നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നു, എല്ലാവർക്കും നന്ദി. മോദിയുടെ മൂന്നാം സർക്കാർ അധികാരമേറിയപ്പോൾ തൊട്ടു പിന്നാലെ ഞെട്ടിച്ച് രാജീവ് ചന്ദ്രശേഖർ. മുൻ കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയുമായിരുന്ന രാജീവ് ചന്ദ്രശേഖർ എന്തിനിങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടു? കേരള BJP നേതൃത്വത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ നീക്കം. രാജീവ് ചന്ദ്രശേഖറും BJP നേതൃത്വവുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതോ അധികാരം കൊടുക്കാത്തതിൽ തെറ്റിപ്പിരിഞ്ഞു പോകുകയാണോ തുടങ്ങിയ പല ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. ഏതായാലും രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ്. താൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. സമൂഹ മാധ്യമത്തിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം പങ്കുവച്ചൊരു കുറിപ്പ് ഇങ്ങനെയാണ്: എന്റെ 18 വർഷത്തെ പൊതുസേവനത്തിന് ഇന്ന് തിരശീല വീഴുന്നു. 3 വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാരിൽ ജനങ്ങളെ സേവിക്കാനുള്ള അവസരം ലഭിച്ചു. ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട സ്ഥാനാർത്ഥി എന്ന നിലയിൽ എന്റെ 18 വർഷത്തെ പൊതുസേവനം അവസാനിപ്പിക്കാൻ ഞാൻ തീർച്ചയായും ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷേ അത് അങ്ങനെയാണ്. ഞാൻ കണ്ടുമുട്ടിയ എല്ലാവർക്കും, എന്നെ പിന്തുണച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് എന്നെ പ്രചോദിപ്പിക്കുകയും ഊർജ്ജസ്വലനാക്കുകയും ചെയ്ത എല്ലാ പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും എന്റെ അഗാധമായ നന്ദി. കഴിഞ്ഞ 3 വർഷം സർക്കാരിൽ എന്നോടൊപ്പം പ്രവർത്തിച്ച എന്റെ സഹപ്രവർത്തകർക്കും നന്ദി. ഒരു ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ തുടർന്നും പാർട്ടിയിൽ പ്രവർത്തിക്കുകയും പിന്തുണ നൽകുകയും ചെയ്യും. ഇതായിരുന്നു രാജീവ് ചന്ദ്രശേഖർ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റ്. എന്തായാലും വലിയൊരു ഞെട്ടലാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കേരള BJP നേതൃത്വം പോലും രാജീവിൽ നിന്ന് ഇത്തരത്തിലൊരു നീക്കം പ്രതീക്ഷിച്ചിരുന്നില്ല. വളരെ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങ് കേന്ദ്രത്തിൽ 3ാം മോദി സർക്കാർ അധികാരമേൽക്കുമ്പോൾ തന്നെയാണ് രാജീവും ഇത്തരത്തിലൊരു നീക്കം സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും പൊതുവെ ഇപ്പോൾ ചർച്ചകൾ വരുന്നത് ഒരു അധികാര കസേര കിട്ടാത്തതിലുള്ള വിദ്വേഷമാണ്, അല്ലെങ്കിൽ ഒരു പിണങ്ങിയാണ് രാജീവ് ചന്ദ്രശേഖർ ഇത്തരത്തിലൊരു നീക്കം നടത്തിയത് എന്നാണ് ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് തിരുവനന്തപുരത്ത് നിന്നും വലിയ ഒരു വേദനയോടെയാണ് രാജീവ് ചന്ദ്രശേഖർ മടങ്ങിയത്. കാരണം കൂടെ നിന്നവരിൽ പലരും കാല് വാരുന്ന നയമാണ് തിരുവനന്തപുരത്ത് സ്വീകരിച്ചത്. രാജീവിന്റെ തോൽവിക്ക് ഇതും ഒരു കാരണമായിട്ടുണ്ട്. അതായത് BJP പാളയത്തിലുള്ളവർ തന്നെ രാജീവിനെ തോൽപ്പിക്കാൻ കളിച്ചു എന്ന രീതിയിലുള്ള വിവാദങ്ങളൊക്കെ വന്നിരുന്നു. അത്തരത്തിലൊരു നീക്കമാണോ ഇപ്പോൾ രാജീവിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്? അതൊന്നും വ്യക്തമല്ല. കൂടുതൽ വിശദീകരണങ്ങളൊന്നും അദ്ദേഹം നൽകിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഈ ഒരു കുറിപ്പ് മാത്രമാണ് പങ്കുവച്ചിരിക്കുന്നത്. സത്യപ്രതിജ്ഞയെക്കുറിച്ചോ അല്ലെങ്കിൽ 3ാം മോദി സർക്കാരിന് അഭിനന്ദനങ്ങളോ അത്തരത്തിലുള്ള ഒരു വാചകം പോലും ഈ കുറിപ്പിൽ ഉണ്ടായിരുന്നില്ല. അതാണ് പിണങ്ങിയാണ് രാജീവ് മാറുന്നത് എന്ന ചർച്ച വരാൻ കാരണം. എന്തായാലും രാജീവ് ചന്ദ്രശേഖറിനെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് അദ്ദേഹം ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നത് സത്യം തന്നെയാണ്. കാരണം തിരുവനന്തപുരത്തുകാർക്ക് അദ്ദേഹത്തെ വലിയ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയത് മുതൽ വലിയ ഓളം ഉണ്ടാക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞിരുന്നു. തന്നെയുമല്ല, വലിയ വോട്ട് നേടാനും അദ്ദേഹത്തിന് സാധിച്ചു. പരാജിതനായ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വന്നതിൽ വിഷമമുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ മുന്നിലെത്തിയത് 3 നിയമസഭാ മണ്ഡലങ്ങളിൽ. കഴക്കൂട്ടം, നേമം, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിലാണ് രാജീവ് ചന്ദ്രശേഖർ മുന്നേറ്റം നടത്തിയത്. വലിയൊരു മികവ് ഇതിലൂടെ BJPക്ക് സ്വന്തമാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. കഴക്കൂട്ടത്ത് 50,444, വട്ടിയൂർക്കാവിൽ 53,025, നേമത്ത് 61,227 വോട്ടുകളും രാജീവ് ചന്ദ്രശേഖറിന് ലഭിച്ചിരുന്നു. വലിയൊരു നേട്ടമാണിത്. തെരഞ്ഞെടുപ്പിൽ 3,42,078 വോട്ടുകളാണ് രാജീവ് ചന്ദ്രശേഖറിന് ആകെ ലഭിച്ചത്. ഇതിൽ 4,158 പോസ്റ്റൽ വോട്ടുകളാണ്. 3 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നായി NDA സ്ഥാനാർത്ഥിക്ക് ആകെ ലഭിച്ചത് 1,64,696 വോട്ടുകളാണ്. എന്തായാലും തിരുവനന്തപുരത്തെ വോട്ടുകൾ എണ്ണുന്ന സമയത്ത് തന്നെ ചങ്കിടിപ്പായിരുന്നു. അവസാന നിമിഷങ്ങളിലേക്ക് അടുക്കുമ്പോഴും രാജീവ് മുന്നിട്ട് നിൽക്കുകയായിരുന്നു. ഇത് UDF കോട്ടകളെ വലിയ രീതിയിൽ വിറപ്പിച്ചു എന്നതിൽ ഒരു സംശയവും വേണ്ട. മാത്രമല്ല, തിരുവനന്തപുരത്തെ മത്സരത്തിൽ ഇടതിന് ഒരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല എന്നതും എടുത്തു പറയണം. കാരണം വലിയ രീതിയിൽ മുന്നിട്ട് നിൽക്കുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. അതായത് CPM കോട്ടകളെയും നല്ല രീതിയിൽ വിറപ്പിക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞു എന്നതാണ് വസ്തുത. പോരാട്ടം നടന്നത് ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറും തമ്മിലായിരുന്നു. എന്തായാലും
ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇത്തരത്തിലൊരു നീക്കം, അതായത് തന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്ന് വ്യക്തമാക്കിയതോടെ അദ്ദേഹത്തിന്റെ അണികളിൽ ഭൂരിഭാഗം ആൾക്കാരും കമന്റുകളും പോസ്റ്റുകളും ഒക്കെ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. എന്തിന് ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കുന്നു? താങ്കൾ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കരുത്, ഞങ്ങൾക്ക് വേണം, ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ നേതാവായി ഉണ്ടാകണം എന്ന രീതിയിലൊക്കെയുള്ള വലിയ രീതിയിലുള്ള ആവശ്യങ്ങൾ ഇപ്പോൾ കമന്റുകളായും ഒക്കെ വന്നിട്ടുണ്ട്. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ ഞെട്ടിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് വലിയ രീതിയിൽ നേട്ടമുണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അടുത്ത ഒരു തവണ കൂടി നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഇതിലും വലിയ നേട്ടമുണ്ടാക്കാൻ, അല്ലെങ്കിൽ വിജയത്തിലേറാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. പക്ഷേ അതെല്ലാം മാറ്റിവെച്ച് അദ്ദേഹം ഇപ്പോൾ തന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. കൂടുതൽ ഒന്നും അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. ഈ പോസ്റ്റ് മാത്രമാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്.